ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ള വീഡിയോയുടെ ബാക്കി ഭാഗമാണ് ഈ വീഡിയോ. ഞങ്ങൾ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ബാലരാമപുരം ഹാൻഡ്ലൂംസിൽ പോയി എടുത്ത ഒരു വീഡിയോ ഞാൻ നേരത്തെ യൂട്യൂബിൽ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താവശ്യത്തിനാണ് ഞങ്ങൾ ഇത്രയധികം സെറ്റ് മുണ്ടും സാരീസും അവിടെ നിന്ന് വാങ്ങിയതെന്ന് പിന്നെ പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അന്ന് വാങ്ങിയ സെറ്റ് മുണ്ടാണ് ഈ കാണുന്നത്, ഞങ്ങളൊക്കെ ഉടുത്തിരിക്കുന്നത്. ഇത് ഒരു ക്ഷേത്രത്തിൻ്റെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരുപോലത്തെ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ക്ഷേത്രമാണ് കിളിയൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന് അറിയപ്പെടുന്ന ആ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഘോഷയാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഒരുപോലത്തെ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പേര് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ് ഇത്. അപ്പോൾ ഈ കാണുന്ന ക്ഷേത്രം ചൂണ്ടിക്കൽ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രമാണ്. ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ആ ഘോഷയാത്ര ആരംഭിച്ച് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നിടം വരെയുള്ള വീഡിയോയാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു തൈപ്പൂയ മഹോത്സവമാണ്. മകരമാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് തൈപ്പൂയം. ഇത് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു ഉത്സവമാണ്. സുബ്രഹ്മണ്യ പ്രീതിക്കായിട്ട് അന്നേ ദിവസം ഭക്തർ അനുഷ്ഠിക്കുന്ന ഒരു ആചാരമാണ് കാവടിയാടൽ. ആ കാവടിയുടേതായിട്ടുള്ള പ്രോഗ്രാംസൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. കാവടി കെട്ടുന്നതും കാവടിക്ക് വേണ്ടുന്ന കുട്ടികൾക്കുള്ള കാപ്പ് കെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഭഗവാന് വേണ്ടി ഭക്തർ അനുഷ്ഠിക്കുന്ന ഒരു ആചാരമാണ് ഈ കാവടി ആടലെന്ന് പറയുന്നത്. അത് പീലിക്കാവടി, പൂക്കാവടി, ഭസ്മക്കാവടി, പാൽക്കാവടി ഇങ്ങനെയൊക്കെ ഉള്ള കാവടികളാണ് കെട്ടുന്നത്. പിന്നെ അഗ്നിക്കാവടിയുണ്ട്, അത് ഈ ക്ഷേത്രത്തിൽ നടത്താറില്ല. ഇങ്ങനെ പലതരത്തിലുള്ള കാവടികളാടിയിട്ട് ഭക്തർ ഭഗവാന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്ന ഒരു സംഭവമാണ് ഇത്. കാവടിയുടെ വ്രതമൊക്കെ എടുത്ത് ഇരിക്കുന്ന കുട്ടികളാണ് ഈ കാണുന്നത്. അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം അവരുടെ ശരീരത്തിലോട്ട് കയറുന്നതിൻ്റെ ഒരു ഇതാണ് അവർ ഈ കാണിക്കുന്നത്. അവർ ഒരു ബോധമില്ലാത്ത മാതിരി അവർ നൃത്തം ചെയ്യുന്ന ഒരു ഇതാണ്. അത് താളമേള വാദ്യ ഘോഷങ്ങൾ കേൾക്കുന്നതിനനുസരിച്ച് അവരുടെ ഈ നൃത്തവും അവരുടെ ആ ഗാംഭീര്യവും കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ കാവടി. ഇത് പിന്നെ ഘോഷയാത്രയ്ക്ക് വേണ്ടുന്ന കുട്ടികളെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നതാണ്. താലപ്പൊലിയും വാദ്യമേള ഘോഷങ്ങളോടെയാണ് ഈ കാവടി ഘോഷയാത്ര ഇങ്ങനെ നടക്കുന്നത്. ഈ ദേവി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച് ഇത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി അവസാനിക്കുന്നതായിട്ടാണ് ഈ വീഡിയോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോയും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആചാരം എന്ന് പറയുന്നത് മകരമാസത്തിലെ പൂയനാൾ ഭഗവാന്റെ പിറന്നാളാണെന്നും പറയുന്നുണ്ട്. മറിച്ച് ദേവലോകത്ത് ആധിപത്യം സ്ഥാപിച്ച് ദേവന്മാരെ വളരെയധികം വിറപ്പിച്ച് വാണരളിയ ഒരു ഘോര രാക്ഷസനാണ് താരകാസുരൻ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ. അങ്ങനെ ആ രാക്ഷസനെ മഹാദേവ പുത്രനായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി വധിച്ച് കഴിഞ്ഞിട്ട് ഭഗവാൻ, അതായത് ആ കുഞ്ഞ് ബാലകൻ ദേവസൈന്യാധിപനായി വിജയം വരിച്ച ദിവസമാണ് മകരമാസത്തിലെ തൈപ്പൂയം എന്നും ഐതിഹ്യമുണ്ട്. അങ്ങനെ മകരമാസത്തിലെ തൈപ്പൂയത്തിന് ഭഗവാന്റെ പ്രീതിക്കായിട്ട് എല്ലാ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിലും ഈ ആചാരം നടത്താറുണ്ട്. ശ്രീ മുരുകന് ഷഷ്ഠി പോലെ തന്നെ അതിപ്രാധാന്യമുള്ള ദിവസമാണ് മകരമാസത്തിലെ ഈ പൂയനാൾ. അപ്പോൾ അന്നേ ദിവസം ഭക്തർ അനുഷ്ഠിക്കുന്ന ആചാരമാണ് ഇതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ക്ഷേത്രത്തിന് അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്നിട്ട് ഈ കാവടിക്കാർ ആകെ തളർന്നു പോയിട്ടുണ്ടവർ. എന്നിട്ടും അവർ ആടി കളിക്കുന്നതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്നും അതിൻ്റെ ഒരു ഇതൊന്നും മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം കോരി അവരുടെ ശരീരത്തിലോട്ട് ഇങ്ങനെ ഒഴിക്കുന്നത്. ബക്കറ്റിൽ വെള്ളം, മഞ്ഞൾ കലക്കിയ വെള്ളം അവരുടെ ശരീരത്തിൽ
അമ്പലത്തിലോട്ട് ഒഴിക്കും. അവരെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടും ആൾക്കാർ ഇങ്ങനെ തയ്യാറായി നിൽപ്പുണ്ട്. അവരുടെ ബന്ധുക്കൾ, ഈ കാവടി നടത്തുന്നവരുടെ ബന്ധുക്കളാണ് അവരെ പിടിച്ചു നിൽക്കുന്നത്. അവർ വീഴാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ അവരെ പിടിച്ചു നിൽക്കുന്നത്. ഇത് ക്ഷേത്രത്തിന് അടുത്ത് എത്തിയപ്പോൾ അവിടുത്തെ ജംഗ്ഷൻ അവിടെ നിന്നിട്ട് കളിക്കുന്നതാണ്. ഇനി അടുത്ത് കയറുന്നത് ക്ഷേത്രത്തിലേക്കാണ്. ക്ഷേത്രത്തിൽ ഭഗവാന്റെ രഥവും വഹിച്ചുകൊണ്ട് പിന്നിലൂടെ രഥഘോഷയാത്രയും വരുന്നുണ്ട്. ഇത് കാവടി ഘോഷയാത്രയാണ്. താലപ്പൊലിയും താളമേളവും ഒക്കെ ആയിട്ട് മങ്കമാരും പിന്നെ കുട്ടികളുമൊക്കെ അത് നേരത്തെ ഇങ്ങ് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞിട്ട് അമ്പലത്തിലോട്ട് കയറുന്ന രംഗമാണ് അടുത്ത് ഉള്ളത്. ഈ കാവടിക്കും ഒരു ഐതിഹ്യമുണ്ട്. അതായത് ഒരിക്കൽ മഹാമുനിയായ അഗസ്ത്യ മഹർഷി മഹാദേവനെ കാണാൻ കൈലാസത്തിലേക്ക് പോയി. അപ്പോൾ ഭഗവാനെ തൊഴുതു മടങ്ങുമ്പോൾ ഭഗവാൻ അഗസ്ത്യന് 2 പർവ്വത ശിഖരങ്ങൾ സമ്മാനമായി നൽകി എന്ന് പറയുന്നുണ്ട്. ശിവശൃംഗവും ശക്തിശൃംഗവും. അത് കൊണ്ടുപോകാനായിട്ട് അഗസ്ത്യൻ തൻ്റെ രാക്ഷസ സേവകനായ ഹിഡുംബനെ ഏൽപ്പിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 മലകളെയും ഒരു ദണ്ഡിൻ്റെ 2 അറ്റങ്ങളിലായിട്ട് ഈ മലകളെ കെട്ടിത്തൂക്കി ദണ്ഡിനെ തൻ്റെ ചുമലിൽ ചുമന്നുകൊണ്ട് ഹിഡുംബൻ നടന്നു എന്നും വഴിമധ്യേ തളർന്നുപോയ ഹിഡുംബൻ ഈ മലകളെ താഴേക്ക് വെച്ച് തളർച്ച മാറ്റി അടുത്ത് തിരികെ പോകാനായിട്ട് ഈ പർവ്വതങ്ങളെ ഉയർത്താൻ നോക്കിയപ്പോൾ ഹിഡുംബന് അത് ഉയർത്താൻ കഴിഞ്ഞില്ല എന്നും പറയുന്നു. അമ്പരപ്പോടെ ചുറ്റും നോക്കിയ ഹിഡുംബൻ കണ്ടത് കൗബീനമുടുത്ത് കയ്യിൽ ഒരു ദണ്ഡുമായി നിൽക്കുന്ന ഒരു ബാലകനെയാണെന്ന് പറയുന്നു. ഇത് എൻ്റെ പർവ്വതമാണെന്നും ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ താൻ അനുവദിക്കില്ലെന്നും ആ ബാലൻ ഹിഡുംബനോട് പറഞ്ഞതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ആ ബാലനും ഹിഡുംബനും കൂടെ യുദ്ധം തുടങ്ങി. അങ്ങനെ ആ ബാലൻ ഹിഡുംബനെ കൊന്നുകളയുകയും ചെയ്തു. അപ്പോൾ അത് ഈ അഗസ്ത്യ മഹർഷി ഇങ്ങനെ ദിവ്യദൃഷ്ടി കൊണ്ട് നോക്കുമ്പോൾ ആ ബാലൻ ശ്രീമുരുകനാണെന്ന് തിരിച്ചറിയുകയും ഹിഡുംബനെ ജീവിപ്പിക്കണമെന്ന് ശ്രീമുരുകനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അഗസ്ത്യ മഹർഷിയുടെ ആവശ്യപ്രകാരം ഹിഡുംബനെ ഭഗവാൻ രക്ഷിക്കുകയും അതായത് ജീവൻ തിരിച്ചു നൽകുകയും അങ്ങനെ ഹിഡുംബൻ അന്ന് കെട്ടിത്തൂക്കിയ ഇതിൻ്റെ അങ്ങനെ ഹിഡുംബൻ അന്ന് കെട്ടിത്തൂക്കിയ ആ മലകൾക്ക് തുല്യമായിട്ടാണ് ഇന്ന് കാവടിയെ അറിയപ്പെടുന്നത്. അതായത് ഭഗവാൻ അന്ന് ഹിഡുംബന് അനുഗ്രഹം കൊടുത്തു അത്രേ, എൻ്റെ പൂജാ സാധനങ്ങൾ ആരാണോ ഇതുപോലെ കാവടിയായി കൊണ്ടുവരുന്നത് അവരിൽ ഞാൻ അനുഗ്രഹം ചൊരിയുമെന്നും പിന്നെ ഹിഡുംബന് ഭഗവാന്റെ ദ്വാരപാലകനായിട്ട് ഭഗവാൻ ഹിഡുംബനെ നിയമിച്ചു എന്നും പറയപ്പെടുന്നു. ഇതാണ് കാവടിയുടെയും തൈപ്പൂയത്തിൻ്റെയും ഐതിഹ്യം എന്ന് ഒരു കഥയിൽ ഞാൻ വായിച്ചു. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ ഞങ്ങളിപ്പോൾ ക്ഷേത്രത്തിലോട്ട്, അതായത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോട്ട് കാവടിക്കാരെ കടന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ കാണുന്നത് ക്ഷേത്രത്തിലോട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഭഗവാന്റെ ശിവേലി വിഗ്രഹമാണ് ഈ ഘോഷയാത്രയോടൊപ്പം കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ശിവേലി വിഗ്രഹം ക്ഷേത്രത്തിനുള്ളിലോട്ട് കടന്നു കഴിയുമ്പോൾ പിന്നെ ഈ കാവടിക്കാരും ക്ഷേത്രത്തിനുള്ളിൽ കയറും. അങ്ങനെ കാവടി ഘോഷയാത്ര ഇവിടെ സമാപിക്കുന്നതാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്കൊരു ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാനും മറക്കണ്ട. ഓക്കെ.